വെൽക്കം ബാക്ക് ടു രമ്യാസ് മാത്സ് കോർണർ. അപ്പോൾ നമുക്കിനി ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. ചെക്ക് വെദർ ദ ഇക്വേഷൻസ് ആർ ഐഡന്റിറ്റീസ്. അതായത് കുറച്ച് ഇക്വേഷൻസ്, ഒരു 3 ഇക്വേഷൻസ് തന്നിട്ട് അത് ഐഡന്റിറ്റീസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ ഐഡന്റിറ്റീസ്? ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ -x + x + 1 = 1 ആണ് ആദ്യത്തെ ഇക്വേഷൻ. ഇത് ഐഡന്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യവും. അപ്പോൾ ഒരു ഇക്വേഷൻ ഐഡന്റിറ്റി ആകുന്നത് ഈ എക്സിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വാല്യൂസ് കൊടുക്കാം. ഇഷ്ടമുള്ള ഏത് വാല്യൂ നമ്മൾ കൊടുത്താലും നമുക്ക് ആൻസർ, അതായത് ലെഫ്റ്റ് സൈഡില് -x + x + 1 എന്ന് പറയുന്ന സ്ഥലത്ത് എക്സിന് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ എപ്പോഴും നമുക്ക് ഒന്ന് തന്നെയാണോ ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്ന് നോക്കുക. എപ്പോഴും നമുക്ക് ഒന്ന് തന്നെയാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഐഡന്റിറ്റി ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് -x + x + 1 + x + 2 - x + 3 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഐഡന്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഐഡന്റിറ്റി ആകുന്നത് എപ്പോഴാണ്? എക്സിന് പകരം നമ്മൾ കൊടുക്കുമ്പോൾ, വാല്യൂസ് കൊടുത്ത് ചെയ്തെടുക്കുമ്പോൾ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഇത്രയും പോർഷൻ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉത്തരം 0 ആണോ എന്ന് നോക്കുക. ആൻസർ 0 ആണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എന്ത് പറയാം? ഐഡന്റിറ്റി ആണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് അവർ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, എക്സിന് പകരം നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് എക്സിന് 1 2 3 4 5ഉം -1 -2 -3 -4 -5 വരെ കൊടുത്തിട്ടാണ് ഐഡന്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം റെഫർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എക്സ് വേണ്ടി വരും, പിന്നെ ഒരു -x എല്ലാ ക്വസ്റ്റ്യനകത്തും ഉണ്ട്. അപ്പോൾ -xന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നീട് x + 1 x + 2 x + 3 ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഐഡന്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സമയത്ത് തന്നിരിക്കുന്ന ഏതൊക്കെയാണോ വേണ്ടത് അത് നോക്കിയാൽ മതി. അതിന്റെ ആൻസർ ഇവിടെ ഇപ്പോൾ 1 കിട്ടുന്നോ, അതൊക്കെയാണ് -xഉം x + 1ഉം കൂട്ടിയാൽ 1 കിട്ടുമോ, അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കോളം വരച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊടുക്കുന്ന എക്സിന്റെ വാല്യൂ 1 2 3 up to 5ഉം -1 -2 up to -5 വരെ. രണ്ടാമത് -x വേണം അല്ലെ. എക്സ് എന്താണോ കൊടുത്തത് എക്സിന്റെ നേരെ നെഗറ്റീവ്, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ -x എടുക്കുമ്പോൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ മൈനസ് എടുക്കുമ്പോൾ ആ നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് സംഖ്യ ആയിട്ട് മാറും. ഇനി x + 1 വേണ്ടി വരും, x + 2 വേണ്ടി വരും, x + 3 വേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എക്സിന് 1 കൊടുക്കുമ്പോൾ -x എന്തായിട്ട് വരും? x 1 ആണെങ്കിൽ നമ്മളൊരു മൈനസും കൂടി ഇട്ട് ഓരോ കോളം നമുക്ക് ഫില്ല് ചെയ്യാം. -4 വരും, -5 വരും. ഇനി -1, എക്സ് ഓൾറെഡി മൈനസ് ആണ്, അതിന് വീണ്ടും ഒരു മൈനസും കൂടെ കൊടുക്കുമ്പോൾ ആ 2 മൈനസും കൂടി പ്ലസ് ആയി 1 2 3 4 5 ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ആദ്യത്തെ കോളം കഴിഞ്ഞു. ഇനി നമുക്ക് x + 1, എക്സ് നമ്മൾ എത്രയാണോ എടുത്തത് അതിനോടൊപ്പം 1 കൂട്ടുക. അപ്പൊ ഇവിടെ 1 ആണ്. So 2 2 + 1 3 + 1 4 + 1 5 + 1. അതുപോലെ നെഗറ്റീവ് എടുത്ത് നോക്കിക്കേ. -1 + 1, -1ഉം +1ഉം, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് 0. -2 + 1, -2 + 1. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് -2 + 1 തിരിച്ചെഴുതണം അല്ലെ. -2 + 1. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളിനെ ആദ്യം എഴുതുക, നെഗറ്റീവ് ആയിട്ടുള്ള 2വിന് രണ്ടാമത് കൊടുക്കുക. ഇനി നമ്മൾ ചിന്തിക്കും 1 - 2 തിരിച്ച് 2 - 1 ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് 2 - 1 എഴുതിയിട്ട് ഒരു മൈനസ് കൊടുക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? -1 ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ -1 വരും. വീണ്ടും -3 + 1 തിരിക്കുക, 1 - 3. ദെൻ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് 3 - 1 ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ 3 - 1 ചെയ്യുമ്പോൾ 2 കിട്ടും. ആൻസറിന്റെ കൂട്ടത്തിൽ മൈനസും കൂടെ ചേർക്കുക. ഇങ്ങനെ നമുക്ക് ഈ കോളം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത കോളത്തില് x + 2 ആണ്. എക്സിന്റെ കൂട്ടത്തില് 2 കൂട്ടി പോവുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് x + 1ന്റെ കോളത്തിന്റെ കൂട്ടത്തില് ഒന്നും കൂടെ കൂട്ടിയാൽ അത് x + 2 ആയി അല്ലെ. ഒന്നുകിൽ എക്സിന്റെ കൂട്ടത്തിൽ 2 കൂട്ടി എഴുതുക, അല്ലെങ്കിൽ x + 1നോടൊപ്പം ഒരു 1ഉം കൂടി ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് x + 1 2 കിട്ടിയത് കൊണ്ട് ഒന്നുകൂടി ചേർക്കുമ്പോൾ 3 ആയി. 4 5 6 7 അല്ലെ. ഇനി ഇവിടെ നമുക്ക് x + 1 0 ആണ്, അതിന്റെ കൂടെ ഒന്നുകൂടി ചേർത്താൽ 1 വരും. -1
+1 ഒന്നുകൂടി ചേർത്താൽ -1ഉം +1ഉം അത് 0 ആയി പോവും. -2ഉം +1ഉം ചേരുമ്പോൾ -1 then -2 -3. ഇനി അടുത്ത കോളത്തിൽ x+3 ആണ്. x+2ന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ 3 വരുന്നുണ്ട്, ഒന്ന് കൂട്ടുമ്പോൾ 4 5 6 7 8 1 വരുന്നുണ്ട്, ഒന്ന് കൂട്ടി 0 വരുന്നുണ്ട്, ഒന്ന് കൂട്ടി -1 ആണ്, ഒന്ന് കൂട്ടുമ്പോൾ 0 വരും, -2 -1 ആകും, -3 -2 ആകും. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് x എഴുതിയിട്ട് -xഉം x+1ഉം x+2ഉം x+3ഉം കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഐഡന്റിറ്റി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -x + x+1 = 1. അതായത് -xഉം x+1ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 1 ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ഐഡന്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് -xന്റെ കോളവും x+1ന്റെ കോളവും തമ്മിൽ പ്ലസ് ചെയ്യാണ്. അപ്പൊ ആദ്യം നമ്മൾ x1 ആകുന്ന കേസ് എടുക്കുവാണ്. അവിടെ -x എന്ന് പറഞ്ഞാല് -1ഉം x+1 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് -1 + 2 വേണം. രണ്ടാമത് -2ഉം 3ഉം -2 + 3 then -3 + 4 -4 + 5 -5 + 6. ഇങ്ങനെ നമ്മൾ എന്താണ് എക്സിന്റെ കോളം, അതായത് -xന്റെ കോളവും x+1ന്റെ കോളവും തമ്മിൽ പ്ലസ് ചെയ്യാം. 3 നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് താഴേക്ക് വരുന്നത് എടുക്കാം. ഇപ്പൊ നോക്കിക്കേ, -1 + 1 + 2. അപ്പോൾ ഇത് തിരിച്ചായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? പോസിറ്റീവ് നമ്പർ ആദ്യം എഴുതി, നെഗറ്റീവ് നമ്പർ രണ്ടാമത് കൊടുത്തു, 2 - 1 1 കിട്ടും. ദെൻ ഇവിടെയും പോസിറ്റീവ് നമ്പർ 3, നെഗറ്റീവ് നമ്പർ 2, 3 - 2 എന്ത് കിട്ടും? 1 കിട്ടും. ഇവിടെയോ 4 - 3, 5 - 4, 6 - 5. ഇതിന്റെ എല്ലാം ആൻസർ എത്ര തന്നെയാണ്? 1 തന്നെയാണ് വരുന്നത് അല്ലെ. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതും 1 തന്നെയാണ്. അപ്പൊ അവിടെയും നമുക്ക് 1 കിട്ടി. ഇനി നമുക്ക് എക്സിന് നെഗറ്റീവ് വാല്യൂ കൊടുത്ത സമയത്ത് നോക്കാം. അവിടെ നമ്മൾ എടുക്കേണ്ടത് -xന്റെ കോളവും x+1ന്റെ കോളമാണ്. 1 + 0, 2 + -1, 3 + -2, 4 + -3, 5 + -4. ഈ കോളംസ് പ്ലസ് ചെയ്തെടുക്കാം. നോക്കിയാലോ, 1 + 0 1 തന്നെയാണ്. 2ഉം -1ഉം കൂടെ പ്ലസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പ്ലസും മൈനസും കൂടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പൊ പ്ലസും മൈനസും കൂടെ ചേർന്നാൽ അത് മൈനസ് ആയിട്ട് പോവും. അപ്പൊ അതെന്തായി? 2 + 1 അല്ല സോറി 2 - 1 എന്ത് തന്നെയാ? 1 തന്നെയാ. ഇനി ഇവിടെയും ഒരു പ്ലസും മൈനസും അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. 3 - 2 1. ഇവിടെയോ 4 - 3 1, 5 - 4 = 1. നോക്കിക്കേ, നമ്മൾ എക്സിന് 1 2 3 up to 5 വരെയും -1 -2 up to -5 വരെയും കൊടുത്ത് -xഉം x+1ഉം കണ്ടുപിടിച്ച് നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടിയ ആൻസർ 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ഇതൊരു ഐഡന്റിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം, -x, x+1, x+2, x+3 ഇത് 3 പേരെയും കണക്ട് ചെയ്തിട്ടാണ്. ആദ്യത്തെ 3 പേരെയും പ്ലസ് ചെയ്ത് അവസാനത്തെ ആളിനെ മൈനസ് ചെയ്താൽ 0 കിട്ടണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ ആൻസർ വരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എക്സിന് 1 2 3 കൊടുത്ത കോളത്തിനകത്ത് നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാർ എഴുതാം. -x വേണം. -x നമ്മൾ -x എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? -1 അല്ലെ. x1 ആയിരിക്കുന്ന കേസിൽ വരുന്ന ഈ കോളം ആദ്യം നോക്കുക. അവിടെ -1 then +2 +3 then x+3യുടെ കോളം മാത്രം നമുക്ക് മൈനസ് ചെയ്യുക. ഇത് 3 പേരെയും പ്ലസ് ചെയ്ത് x+3യുടെ കോളം മാത്രം മൈനസ് ചെയ്യുക. then രണ്ടാമത് ആരൊക്കെയാന്ന് നോക്കിക്കേ, -2 +3 +4 -5 then -3 +4 +5 -6 -4 +5 +6 -7 then -5 +6 +7 -8. ഇതിന്റെ ആൻസർ എത്രയാണോ നോക്കണം. 0 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവ് 4 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യാനുള്ളത്, വേണയിൽ നമുക്ക് ഇവിടെ ഇത് രണ്ടുപേരും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആൻസറിന്റെ കൂട്ടത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവിടെ
ഇവിടെ മൈനസ് വരുന്ന സംഖ്യകൾ ഒരുമിച്ചെടുക്കുക, പ്ലസ് വരുന്ന സംഖ്യകൾ ഒരുമിച്ചെടുക്കാം. -1ഉം -4ഉം ഒരേ നമ്പേഴ്സ് ആണ് അല്ലെ, -1ഉം -4ഉം. അപ്പം അത് -5 ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. ഇനി 2ഉം 3ഉം രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ 2 + 3 അവരെ നമുക്ക് 5 ആയിട്ട് കൊടുക്കാം. 5 - 5 എത്രയാണ്? 0. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ ആദ്യം നോക്കാം. 3ഉം +3ഉം +4ഉം അത് എത്രയായിട്ട് വരും? 7 ആയിട്ട് വരും. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് പ്ലസ് ചെയ്താൽ -7 വന്നു. സോ 7 - 7 = 0. ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് വരും? 9 - 9 = 0. 11 - 11 = 0. അതുപോലെ 13 - 13 which is equal to 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതെങ്ങനെയാണ്? -5ഉം -8ഉം -13 കിട്ടും. 6ഉം 7ഉം +13 കിട്ടും. 13 - 13 0 കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കോളത്തിൽ ആദ്യത്തെ 3 പേരെയും പ്ലസ് ചെയ്യുക, അവസാനത്തെ ആളിനെ മൈനസ് ചെയ്യുക. അപ്പോൾ അവിടെ 1 + 0 + 1 -2, then 2 - 1 + 0 -1, 3 - 2 -1, then -0, 4 - 3 -2, then -1, then 5 - 4 -3 -2. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഇവിടെ ഇവരെ 3 പേരെയും പ്ലസ് ആണ് ചെയ്യേണ്ടത്, പിന്നെ എവിടെ എങ്ങനെയാണ് നെഗറ്റീവ് സൈൻ വന്നതെന്ന്. ആക്ച്വലി ഇവിടെ വരുന്നത് 3 + -2 ആ വരുന്നത്. ഇപ്പൊ 3 + -2 എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസും മൈനസും കൂടെ ചേർത്തിട്ട് മൈനസ് ആയിപ്പോ, അതുകൊണ്ട് അതൊരൊറ്റ സ്റ്റെപ്പായി നമ്മൾ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 3 + -2 + -1 -0 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പോസിറ്റീവ് നമ്പേഴ്സ് 1 + 1 2, 2 - 2 is equal to 0. Then പോസിറ്റീവ് നമ്പേഴ്സ് 2 + 0 2 ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് -1 -1 അത് -2 വരും. 2 - 2 is equal to 0. Then ഇവിടെ പോസിറ്റീവ് 3 മാത്രമേ ഉള്ളൂ. -2 -1 -0 ഇതിൽ -2 -1 കൂടെ ചേർന്നിട്ട് -3 വരും. സോ അത് 0 ആയിട്ട് പോവും. പിന്നെ ഇവിടെ നോക്കിക്കേ, മൈനസ് ഇൻറ്റു മൈനസ്, രണ്ട് മൈനസ് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ മൈനസും കൂടെ ചേർന്നിട്ട് അത് എന്തായിട്ട് മാറും? +1 മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഇവിടെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? +4ഉം +1ഉം ചേർന്നിട്ട് അത് 5 ആയിട്ട് മാറും. -3 -2 അത് ചേർന്നിട്ട് -5 ആയിട്ട് മാറും. 5 - 5 is equal to 0 കിട്ടും. ഇവിടെ നോക്കാം, ഇവിടെ ഇതുപോലെ ഈ രണ്ട് മൈനസും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? അത് +2 ആയിട്ട് മാറും. സോ ഇവിടെ 5 + 2 7, 4 - 3 7, 7 - 7 is equal to 0. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് -xഉം x+1ഉം x+2ഉം തമ്മിൽ പ്ലസ് ചെയ്തിട്ട് അതിനകത്ത് നിന്നും x+3യുടെ കോളം മൈനസ് ചെയ്താൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് 0 ആയിരിക്കും എന്നാ കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത് തന്നിരുന്ന ഇക്വേഷനും എന്താണ്? ഐഡന്റിറ്റി ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. -x - x+1 + x+2 + x+3. ഇതിന്റെ ആൻസർ 4 ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശരിയായാൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു ഐഡന്റിറ്റി ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആദ്യം എക്സിന് 1 കൊടുത്തുള്ള വാല്യൂസ് നമുക്ക് നോക്കാം. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ ആ ടേബിളിലുള്ള വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് വേണ്ടത് -x ആണ്. അപ്പോൾ ഇവിടെ -1 -x+1 2 ആണ്, പ്ലസ് x+2ന് പകരം 3, then പ്ലസ് x+3ക്ക് പകരം 4 ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം, ഒരേപോലെയുള്ള സൈൻ ഉള്ളത്, ചിഹ്നമുള്ളത് നോക്കാം. -1ഉം -2ഉം രണ്ടും മൈനസ് സൈൻ ആണല്ലോ. രണ്ടുപേരെ കയ്യിൽ നിന്ന് മൈനസ് മേടിച്ചിട്ട് രണ്ടുപേരെയും കൂട്ടിയെടുക്കുക. ദാറ്റ് ഈസ് -1 + 2 എത്രയാണ്? 3 ആണ്. പിന്നെ വരുന്നത് ഒരു +3 +4. നോക്കിക്കേ, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും വന്നാൽ അത് പ്ലസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അത് 0 ആയിട്ട് പോകും. കാരണം 3 - 3. ഇത് മാത്രം നോക്കിക്കേ, -3 + 3 തിരിച്ചെഴുതുമ്പോൾ 3 - 3 അത് 0 ആയി പോകും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 0 ആക്കി മാറുകയാണ്. അപ്പോൾ ഇത് 0 + 4 വരും. ആൻസർ എന്ത് വരും? 4 വരും. ഇനി എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് നോക്കാം. 2 - 3 + 4 + 5 ഈ ആൻസർ ആണ് വേണ്ടത്. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആണ്. -2ഉം -3ഉം -5 വരും, +4 + 5
നോക്കിക്കേ, ഒരു +5ഉം ഒരു -5ഉം നേരത്തെ പോലെ നമുക്കത് 0 ആയി പോവും. സോ 4 + 0 വരും. ആൻസർ എന്ത് തന്നെ വരും? 4 തന്നെ വരും. ഇനി -3 -4 +5 +6 -4 -5 +6 +7 -5 -6 +7 +8. നോക്കാലോ, ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആണ്. -3ഉം 4ഉം 3 + 4 7 ആണ്. സോ 7 പ്ലസ്, നോക്കിക്കേ ഈ കോളത്തില് -3 +4 -4 +5 +6 -3 -4 -7 then 5 + 6 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല അല്ലെ. എങ്കിലും നമുക്ക് നോക്കാം. -7 അവിടെ നിന്നോട്ടെ. രണ്ടുപേര് പോസിറ്റീവ് ആണ് അല്ലെ, 5ഉം 6ഉം. അപ്പൊ 5ഉം 6ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 11 കിട്ടും അല്ലെ. അപ്പൊ -7 + 11. ഒരാള് പോസിറ്റീവും ഒരാള് നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളിനെ ആദ്യം എഴുതിയല്ലേ നമുക്ക് ശീലം. സോ നമ്മൾ +11 ആദ്യം എഴുതി, ദെൻ രണ്ടാമത് നെഗറ്റീവ് നമ്പറിനെ രണ്ടാമത് എഴുതി. 11 - 7 എന്ത് കിട്ടും? 4 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെയും ആൻസർ എന്ത് കിട്ടും? 4 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, -5ഉം -4ഉം രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. പ്ലസ് ചെയ്യുമ്പോൾ -9 കിട്ടും. ദെൻ +6 +7. നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. 6ഉം 7ഉം കൂടി കൂട്ടിക്കേ. 6 + 7 ദാറ്റ് ഈസ് +13. ദെൻ നമുക്ക് പോസിറ്റീവ് നമ്പർ ആദ്യം എഴുതി, നെഗറ്റീവ് നമ്പറിന്റെ രണ്ടാമത് കൊടുക്കാം. 13 - 9 എന്ത് കിട്ടും? വി ഗെറ്റ് 4. ഇനി ലാസ്റ്റ് വൺ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. പ്ലസ് ചെയ്യുമ്പോൾ -11 കിട്ടും. പിന്നീട് വരുന്നത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ 15 കിട്ടും. പോസിറ്റീവ് നമ്പർ ആയ 15 ആദ്യം എഴുതി, 11 രണ്ടാമത് കൊടുത്താൽ ഇതിന്റെ ആൻസർ 4 കിട്ടും. അപ്പോൾ എക്സ് പോസിറ്റീവ് 5 വരെ 1 2 3 up to 5 വരെയുള്ള കേസിൽ എപ്പോൾ ചെയ്താലും നമുക്ക് 4 തന്നെ ആൻസർ കിട്ടും അല്ലേ. ഇനി എക്സിന് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തിട്ട് ഇതേപോലെ 4 തന്നെയാണോ ആൻസർ വരുന്നതെന്ന് നോക്കാം. എക്സിന് നമുക്ക് -1 കൊടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് പേര് അല്ലെ, -x -0 then +1 +2 then 2 മൈനസ്, നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് -x+1 ആണ്. അപ്പോൾ ഒരു മൈനസ് ഇട്ടിട്ട് നമ്മുടെ x+1ന് ഒരു മൈനസ് ഉണ്ട്, അത് കൊടുത്തു. +0 +1. ഇനി അടുത്ത് നോക്കാം. നമുക്ക് 3 കൊടുക്കുമ്പോൾ -3 കൊടുക്കുമ്പോൾ -x 3 ആണ്. ദെൻ മൈനസ് ഒരു -2 വരുന്നുണ്ട്, പ്ലസ് ഒരു -1 +0. എക്സിന് പകരം -4 കൊടുക്കുന്ന കേസിൽ -x എന്ന് പറഞ്ഞാൽ 4 ആണ്. ദെൻ -x+1 -3 ആണ്. ദെൻ പ്ലസ് -2 പ്ലസ് -1. ഇനി ലാസ്റ്റ് കേസിൽ 5 ആണ്. സോ 5 -x+1 എന്ന് പറയുന്നത് -4 ആണ്. ദെൻ പ്ലസ് ചെയ്യേണ്ടത് -3ഉം -2നെയും കൂടി നമ്മൾ പ്ലസ് ചെയ്യുക. 3 എഴുതി വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇനി നോക്കിക്കേ, ഇവിടെ -0 ആണ്, ഒന്നും ചെയ്യാനില്ല. 1 + 1 എന്ത് വരും? 2 വരും. 2 + 2 എന്ത് കിട്ടും? 2 + 2 = 4. ഇനി ഇവിടെ നോക്കാം, രണ്ട് മൈനസ് അടുത്ത് വന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? മൈനസും മൈനസും കൂടെ ചേർന്നിട്ട് ഇവിടെ +1 ആയി. +0 +1 എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 2 + 1 + 1 which is equal to 4. പോസിറ്റീവ് നമ്പേഴ്സിനെക്കാളും എളുപ്പമുണ്ടായി അല്ലേ ചെയ്യാൻ. ഇനി 3 മൈനസും മൈനസും കൂടി +2 ആയി. ദെൻ പ്ലസും മൈനസും കൂടി വന്നാൽ അത് മൈനസ്. രണ്ട് മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് ആയി പോവും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നാൽ അത് നെഗറ്റീവ് ആയിട്ടാണ് മാറുന്നത്. ദെൻ 0. നോക്കിക്കേ, 3 + 2 5 5 - 1 ആൻസർ എന്ത് കിട്ടും? 4. ഇനി ഇവിടെ വരുമ്പോൾ 4 ഉണ്ട്, രണ്ട് നെഗറ്റീവ് വരുന്നുണ്ട്, അത് ചേർന്ന് പോസിറ്റീവായി. ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്, അത് നെഗറ്റീവാണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവും അത് നെഗറ്റീവായി പോകും. ഇനി നമുക്ക് നോക്കാമല്ലോ. ഇവിടെ 4 + 3 പോസിറ്റീവാണ്. -2 -1 നെഗറ്റീവ് ആണ്. സോ നമുക്ക് ആൻസർ 7 - 3 which is equal to 4. ഇനി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. 5 മൈനസും മൈനസും കൂടിയിട്ട് പ്ലസ് ആകും. പ്ലസും മൈനസും കൂടിയിട്ട് -3. ദെൻ പ്ലസും മൈനസും കൂടിയിട്ട് -2. 5 + 4 9. 3 -2 എന്ത് വരും? -5 അല്ലേ. സോ 9 - 5 which is equal to 4. അപ്പോൾ നോക്കിക്കേ, എക്സിന് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലും -x ഉം
x+1ഉം x+2ഉം x+3യും കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്ത് ചെയ്താൽ നമുക്ക് എപ്പോഴും ആൻസർ എന്ത് തന്നെയായിരിക്കും കിട്ടുക? 0 തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ആണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം, x, y, z ഈ 3 ലെറ്റേഴ്സ് തന്നിട്ട് അവയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സും എടുക്കാം. പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0 നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുത്തിട്ട് കണ്ടുപിടിക്കാനുള്ളത് x+y+z ചെയ്യുക. അതിൽ കണ്ടോ y+z ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ y+z ആദ്യം ചെയ്തിട്ട് അതിനെ x-നോടൊപ്പം പ്ലസ് ചെയ്യാനാണ്, കൂട്ടി നോക്കാൻ. രണ്ടാമത് ചെയ്യേണ്ടത് x+y+z അതിൽ x+y ആദ്യം കണ്ടുപിടിച്ചിട്ട് അത് z-നോടൊപ്പം കൂട്ടിയെടുത്തത് വേണം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് x+y+zഉം x+y+zഉം അത് ഈക്വൽ ആണോ, ഒരുപോലെയാണോ. അതായത് നമുക്ക് 3 സംഖ്യകൾ എങ്ങനെ വേണേലും കൂട്ടാം അല്ലേ. ആദ്യത്തെ 2 സംഖ്യയും കൂട്ടിയിട്ട് അതിനോടൊപ്പം അവസാനത്തെ സംഖ്യ പ്ലസ് ചെയ്താൽ മതി. അല്ല എങ്കിലോ ആദ്യത്തെ സംഖ്യ അവിടെ നിന്നോട്ടെ, അവസാനത്തെ 2 സംഖ്യയും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ആദ്യത്തെ സംഖ്യയോടൊപ്പം കൂട്ടിയാലും മതി. ഇത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0യും എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പ്രോപ്പർട്ടിക്ക് ഒരു പേരുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് നമ്പേഴ്സും 0യും ഒക്കെ എടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇക്വേഷൻ ശരിയാണോ എന്ന് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എക്സിനും വൈക്കും ഇസഡിനും 0യും എന്താണ് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 നമ്പേഴ്സ് ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്നും നമുക്ക് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് വെക്കാം. എന്തൊക്കെയാണ്? y+z വേണം, x+y വേണം. അത് നമുക്ക് ആദ്യം നോക്കാം. x+y എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോളവും വൈയുടെ കോളവും തമ്മിൽ പ്ലസ് ചെയ്യുക. 1 + 0 1, 2 + -1 അതായത് 2 - 1 1, -1 + -3 -1ഉം -3യും 2 നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് നമുക്ക് ഇങ്ങ് മേടിച്ച് വെച്ചിട്ട് 2 പേരെയും കൂടെ കൂട്ടിയെടുത്താൽ -4. ഇനി -2 + 1 -2 + 1 ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണ്. അപ്പൊ -2 + 1 ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം 1നെ എഴുതി രണ്ടാമത് അല്ലെ, ആദ്യം പോസിറ്റീവിനെ എഴുതിയിട്ട് രണ്ടാമത് നെഗറ്റീവ് കൊടുക്കും. ഇപ്പൊ നമ്മൾ ചിന്തിക്കും 2 - 1 ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ ആ മൈനസ് പുറത്തെടുത്തിട്ട് 2ൽ നിന്നും 1 കുറച്ച് ആൻസർ നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് -1. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് y+z ആണ്. അപ്പൊ yയും z കൂടി പ്ലസ് ചെയ്യാം. 0 + 2 2 -1 -3 രണ്ടും ഒരേ എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. മൈനസ് ഇങ്ങ് മേടിച്ചിട്ട് 1ഉം 3യും കൂടെ കൂട്ടുക, -4 വരും. പിന്നെ വേണ്ടത് -3യും +2ഉം കൂടിയാണ്. അപ്പോൾ -3 + 2 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള 2നെ ആദ്യം എഴുതി നെഗറ്റീവ് ആയിട്ടുള്ള 3നെ രണ്ടാമത് കൊടുക്കുക. നമ്മൾ ചിന്തിക്കും 3 - 2 ആയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ 3 - 2 ചെയ്തിട്ട് -1 കൊടുക്കുക. അപ്പോൾ -1 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 1ഉം 0യും കൂടെ പ്ലസ് ചെയ്യുക. 1 + 0 1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇവിടെ ആദ്യത്തെ കോളത്തിൽ ചെയ്യാനുള്ളത് x+y+z. അപ്പോൾ ആദ്യം എക്സിന്റെ കോളം നമ്മൾ എഴുതുവാണ്. 1 2 -1 -2 ഞാൻ 4 നമ്പേഴ്സ് എടുത്തിട്ടുള്ളൂ. ദെൻ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്ലസ് ചെയ്യാനുള്ളതിനെ എഴുതാം. ഇതിന്റെ കൂടെ പ്ലസ് ചെയ്യാനുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന y+z കോളം ആണ്. ആ y+z നോക്കിക്കേ, 2 -4 -1 1 നമ്മുടെ ലാസ്റ്റ് കോളം ഇതാണ് നമ്മുടെ y+z. അതിലെ നമ്പേഴ്സ് ആണ് പ്ലസ് ചെയ്യേണ്ടത്. നോക്കാമല്ലോ, 2 + 1 3. ഇനി ഒരു പ്ലസ് മൈനസും അടുത്ത് വരുന്നുണ്ട്. ആ പ്ലസ് മൈനസും കൂടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് കൊടുക്കാം. 2 - 4 അത് നമ്മൾ ആലോചിക്കുക അല്ലെ, എങ്ങനെയാണ്? തിരിച്ചായിരുന്നുവെങ്കിൽ 4 - 2 ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ മൈനസ് പുറത്ത് കൊടുത്തിട്ട് 4 - 2 ചെയ്യുക. 4 - 2 എത്രയാണ്? 2. അപ്പൊ -2 ആൻസർ ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ വേണമെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കാം. അല്ല എങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും കൂടെ ചേർന്നിട്ട് നെഗറ്റീവായിട്ട് മാറും. രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ആ നെഗറ്റീവ് നമുക്ക് മേടിച്ചു വെക്കാം. 1ഉം 1ഉം 2 ആണ്. സോ -2 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണ്. ആദ്യത്തെ ആളിന് നമുക്ക് എന്ത് കൊടുക്കാം? പോസിറ്റീവ് കൊടുത്ത് രണ്ടാമത്തെ ആളിന് നെഗറ്റീവ് കൊടുക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കും 2 - 1 ആയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. സോ 2 - 1 ചെയ്തിട്ട് മൈനസും കൂടെ കൊടുക്കുക. ആൻസർ -1 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 3 -2 -2 -1. ഇനി നമുക്ക് ചെയ്യാനുള്ളത് x+y ആദ്യം ചെയ്തതും പിന്നീട് z. അപ്പൊ x+yയുടെ ഈ കോളമാണ് ആദ്യം എഴുതേണ്ടത്. 1 1 -4 -1. ഇനി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്ലസ് ചെയ്യാനുള്ളത്
ഇസഡ് ആണ്. ഇസഡ് ഏതൊക്കെയാണ്? 2 - 3 2 0. 1 + 2 3 ആണ് അല്ലേ? ഇനി ഒരു പ്ലസ് ഒരു മൈനസും അടുത്ത് വരുന്നുണ്ട്, നമുക്ക് മൈനസ് ആക്കാം. 1 - 3 3 - 1 ആയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ മൈനസ് കൊടുത്തിട്ട് 3 - 1 ചെയ്യുക, ദാറ്റ്സ് ഈക്വൽ ടു -2. ഇനി അടുത്ത ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള 2നെ ആദ്യം എഴുതി, നെഗറ്റീവ് ആയിട്ടുള്ള 4നെ രണ്ടാമത് എഴുതി. ഇപ്പൊ നമ്മൾ ചിന്തിക്കും 4 - 2 ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ മൈനസ് പുറത്ത് കൊടുത്തിട്ട് 4 - 2 ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു -2. ഇനി ഇവിടെ നമുക്ക് -1ഉം 0 ആണ്. ഒരു സംഖ്യയോട് കൂടി 0 ആഡ് ചെയ്താൽ ആ സംഖ്യ തന്നെ കിട്ടും. അപ്പൊ -1നോടൊപ്പം 0 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -1 ആണ്. ഇനി നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് കിടക്കുവാണ്. എന്താ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? x + y + z ചെയ്താലും x + y + z ചെയ്താലും ഒരേ ആൻസർ ആണോ കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എക്സും വൈയും ഇസഡും ഒന്ന് നോക്കിക്കേ. 1ഉം 0ഉം 2ഉം എടുത്ത കേസിൽ നമുക്ക് ആദ്യം കിട്ടിയത് 3 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 3 ആണ്. സോ എങ്ങനെ ചെയ്താലും 3 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഏത് രണ്ടെണ്ണം ആദ്യം എടുത്ത് ചെയ്താലും 3 തന്നെ കിട്ടും. രണ്ടാമത് 2 - 1 - 3 എക്സിനും വൈക്കും ഇസഡിനും പകരം കൊടുത്തപ്പോൾ ആദ്യം -2 കിട്ടി, ഇപ്പോഴും -2 കിട്ടി. അപ്പോൾ അതും ശരിയാണ്. മൂന്നാമത് -1ഉം -3ഉം 2 ആണ് നമുക്ക് എക്സും വൈയും ഇസഡും ആയിട്ട് എടുത്തത്. ആദ്യം -2 കിട്ടി, ഇപ്പോഴും -2 തന്നെ കിട്ടി. ഇവിടെയോ -1 കിട്ടി, ഇപ്പോഴും -1 അല്ലെ? ഈ രണ്ട് കോളത്തിലുള്ള നമ്പേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സംഖ്യകൾ തുല്യമാണ്. ആ രണ്ട് തുകയും തുല്യമാണ്. അപ്പോൾ ആ തുകകൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനും. അപ്പോൾ x + y + z is equal to x + y + z. അത് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്